ചിലപ്പോൾ ഒരൊറ്റ ചോദ്യം നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താറുമുണ്ട് അല്ലെ? അപ്പൊ എക്സ്പൊണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇങ്ങനെ എഴുതി ഗുണിക്കുമ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എ റൈസ് ടു 5 എന്ന് എഴുതാൻ പറ്റും. കിട്ടിയോ? അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചോളൂ, രണ്ടും എളുപ്പമാണ് കേട്ടോ. 7/28 എന്നത് 7/27ന്റെ എത്ര മടങ്ങാണ് എന്ന് ചോദിച്ചാൽ, ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അതിപ്പോ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അതിനകത്ത് ഒന്നിലധികം ചോദ്യങ്ങൾ എക്സ്പോണൻസിന്റെ ഭാഗത്ത് നിന്ന് പല പരീക്ഷകളിലും വരാറുണ്ട്. ചിലപ്പോൾ ഒരൊറ്റ ചോദ്യം നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താറുമുണ്ട് അല്ലെ? അപ്പൊ എക്സ്പൊണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ, കൃത്യംഗ നിയമങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സെയിം ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാറുണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടാറുണ്ട് അല്ലെ? ഒരു ചോദ്യത്തിന്റെ പുറകെ തന്നെ പലപ്പോഴും 5 മിനിറ്റ് വരെ സമയം കളയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറെ അധികം ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷാ ഹാളിൽ നമുക്ക് പണി തരാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം? അങ്ങനെ ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെടുന്നു. അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക, അതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഒന്ന് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഇപ്പൊ എക്സ്പൊണൻസ് അഥവാ കൃതി, കൃത്യംഗങ്ങൾ എന്നുള്ള ടേംസ് ഒക്കെ കേട്ടിട്ട് ഞെട്ടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് പോന്നോ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് കാണുക കേട്ടോ. നമ്മൾ മുൻകാലങ്ങളിൽ എഴുതിയ പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പലപ്പോഴും പേടി കാരണം ഈ ചോദ്യങ്ങൾ തൊട്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നത്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. നേരെ പോയാലോ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് എക്സ്പൊണൻസ് അറിയാലോ? എക്സ്പൊണൻസ് എന്ന് വെച്ചാൽ കൃതിയായിട്ട് ഒരു സംഖ്യ, ഇപ്പോ എ എന്ന് പറയുന്ന ഒരു സംഖ്യ, എ ഒരു 5 തവണ ഞാൻ എഴുതി ഗുണിക്കുകയാണെന്ന് വിചാരിക്കും. എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇങ്ങനെ എഴുതി ഗുണിക്കുമ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എ റൈസ് ടു 5 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ ഒരു നമ്പർ നമ്മൾ എത്ര തവണ എഴുതി ഗുണിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്പൊണന്റ് സ്ട്രക്ചർ എന്ന് പറയാം അല്ലെ? കൃത്യംഗ രൂപം എന്ന് പറയും. അപ്പൊ ഈ കൃത്യംഗ രൂപത്തിലുള്ള ആളുകളെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം അല്ലെ? അതിനുള്ള കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആവശ്യമില്ല അതെല്ലാം കൂടെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമുക്ക് അറിയുന്ന ചില നിയമങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് തന്നെയാണ്, ഓർമ്മ കാണും എന്ന് വിചാരിക്കുന്നു. എ എന്ന ഒരു സംഖ്യ, ഓക്കെ, ഇതിന്റെ പവറിൽ 1 വന്നാൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എ എന്ന സംഖ്യയുടെ പവറിൽ 1 വന്നാൽ നമ്മൾ എന്ത് പറയുക? അത് എ ആണെന്ന്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എയുടെ പവറിൽ 1 വന്നു കഴിഞ്ഞാൽ അത് എ തന്നെയാണെന്ന് അറിയാം. അതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്, എയുടെ പവറിൽ 0 വന്നാൽ, എയുടെ പവറിൽ 0 വന്നാൽ നമ്മൾ അത് എന്ത് വിളിക്കണം? എന്ന് വിളിക്കാൻ പറ്റുമോ? 0 എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ നമ്മൾ 1 എന്ന് വിളിക്കണം. തെറ്റരുത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. ഇപ്പോ 1 റൈസ് ടു എ, 1ന്റെ പവർ ആയിട്ട് ഏത് സംഖ്യ വന്നാലും, അതായത് ഇപ്പോ 1നെ നമ്മൾ എത്ര തവണ എഴുതി ഗുണിച്ചാലും നമ്മൾ അതിനെ എന്ത് തന്നെയാണ് വിളിക്കുക? 1 എന്ന് തന്നെയാണ് വിളിക്കുക. ഓക്കെ. അതുപോലെ തന്നെയാണ് 0. 0ത്തെ നമ്മൾ എത്ര തവണ എഴുതി ഗുണിച്ചാലും എന്താ വിളിക്കുള്ളൂ? 0 എന്നേ വിളിക്കാറുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഒരുപാട് 0 വന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കുറച്ച് റൂൾസ്, അതിലൊരെണ്ണമാണ് പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ എപ്പോഴും സ്കൂൾ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു, എല്ലാവർക്കും അറിയുന്നതല്ലേ? കൂടെ ഒന്ന് പറഞ്ഞേ, എ റൈസ് ടു എം പ്ലസ് എൻ. അറിയാലോ, എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ എ റൈസ് ടു എം പ്ലസ് എൻ, എമ്മും എന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ കോഷ്യൻ റൂള് അഥവാ ഡിവിഷൻ റൂൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മറ്റൊരു നിയമമാണ്. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്നാൽ എന്താണ്? അപ്പൊ ഓർക്കുക, അതെന്താണ്? എ റൈസ് ടു എം മൈനസ് എൻ എന്നാണ്. ഈ നിയമങ്ങൾ ഓർത്ത് പോവുക, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് പ്രോഡക്റ്റ് റൂള്? എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും കൂടെ ഗുണിക്കുന്നതിന് പകരം എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതിയാൽ മതി. അതുപോലെ എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും കൂടെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എ റൈസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാൻ പാടില്ലേ? ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ കൂടെ തന്നെ പവർ ഓഫ് പവർ റൂൾ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അറിയാമോ? അതായത് എ റൈസ് ടു എം എന്ന ഒരു മൂല്യത്തെ ഇതിന്റെ പവറിൽ പിന്നെയും മറ്റൊരു നമ്പർ കൊണ്ടുവന്ന് എഴുതുക.
എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? എ റൈസ് ടു എം ഇൻറ്റു എൻ ഇങ്ങനെ പറയാം കേട്ടോ. എ റൈസ് ടു എം ഇൻറ്റു എൻ. ഇതിന്റെ കൂടെ നമുക്കിനി ഒരു നെഗറ്റീവ് എക്സ്പോണന്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നെഗറ്റീവ് പവർ വന്നാൽ എങ്ങനെ എഴുതാം? അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ റൈസ് ടു മൈനസ് എം എന്നൊരു മൂല്യം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ 1/a റൈസ് ടു എം എന്നാണ് എടുക്കേണ്ടത്. അതായത് ഒരു നമ്പറിന്റെ പവറിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം അഥവാ വിൽക്രമം എടുക്കണം എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഇപ്പൊ വേറൊരു നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പൊ എ റൈസ് ടു -1 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. ഇത് നമ്മൾ എങ്ങനെ എഴുതേണ്ടേ? എയുടെ പവറിൽ -1 വരിക എന്ന് വെച്ചാൽ ഇത് 1/a എന്ന് വേണം വായിക്കാൻ കേട്ടോ. അപ്പൊ ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എമ്മിന് പകരം നമ്മൾ ഏത് നമ്പർ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് വില നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണ്. എ റൈസ് ടു 1, എ റൈസ് ടു 0, 1 റൈസ് ടു എ എന്താണ്, പിന്നെ പ്രോഡക്റ്റ് റൂൾ എന്താണ്, കോഷ്യൻ റൂൾ എന്താണ്, പവർ ഓഫ് പവർ റൂൾ എന്താണ്, നെഗറ്റീവ് റൂള്. എക്സ്പോണന്റ് പവറിൽ നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ അവസാനം എഴുതി നിർത്തിയത്. ഇതുവരെ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ ഈ സ്ക്വയർ റൂട്ട് പോലത്തെ സംഗതികളില്ലേ, റൂട്ട്. ഇപ്പോൾ റൂട്ട് എ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എ റൈസ് ടു 1/2 എന്ന് എഴുതാട്ടോടാ. ശ്രദ്ധിച്ചോണേ, ഈ റൂട്ട് എഴുതുന്നതിന് പകരം ഇപ്പോൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 1/2 എന്ന് എഴുതുന്ന പോലെ ഇപ്പൊ ക്യൂബ് റൂട്ട് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. എയുടെ ക്യൂബ് റൂട്ട് ആണെങ്കിൽ എന്ത് വിളിക്കുക? എ റൈസ് ടു 1/3 എന്നങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ അത് 5th റൂട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുള്ളതല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? എ റൈസ് ടു 1/5 കേട്ടോ. ഇവരെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പടേന്ന് നമുക്കിത് മനസ്സിലേക്ക് വരണം. ഇവയൊക്കെ കൃത്യമായ ഓർഡറിൽ മനസ്സിലേക്ക് ഓടി വന്നില്ല എങ്കിൽ നമ്മൾ അധികം സമയമെടുക്കും കേട്ടോ. അപ്പൊ ഈ നിയമങ്ങൾ അത്യാവശ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ചോദ്യങ്ങളും ചെയ്യാം. അപ്പൊ ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ. പല പരീക്ഷകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള, പല പരീക്ഷകളിലായിട്ട് കേരള PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഇതൊരു പരീക്ഷ പോലെ തന്നെ എടുത്തോട്ടാ. അപ്പൊ ഇതിനകത്ത് എത്ര ചോദ്യങ്ങൾ എനിക്ക് മുമ്പായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ സ്കോർ അവസാനം കമന്റ് ചെയ്യണേ കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് 15 എണ്ണത്തിൽ എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എന്ന് കൃത്യമായിട്ട് നോക്കി പറയാം. ഓക്കെ, അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം കേട്ടോ. വാല്യൂ ഓഫ് 2 സ്ക്വയർ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ കണ്ടോ. ആദ്യം 2ന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ, പിന്നെ അതിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ. ഈ രൂപത്തിൽ വന്നാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ഇത് നമ്മൾ പവർ ഓഫ് പവർ റൂൾ വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇതിനകത്ത് ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ച് കൊളാക്കരുത്. ആക്ച്വലി ഇതെങ്ങനെ ചെയ്താൽ മതി? ജസ്റ്റ് ആ താഴെയുള്ള ബേസ് നമ്പർ ആണല്ലോ 2, ആ 2 അതുപോലെ എഴുതുക. 2ന്റെ പവറിൽ 2ന്റെ സ്ക്വയർ, പിന്നെ സ്ക്വയർ, പിന്നെ സ്ക്വയർ, പിന്നെ സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യാ? 2ന്റെ പവറിൽ നമ്മൾ ആ 2 തന്നെ എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മൾ ഇവരെ കമ്പൈൻ ചെയ്യാൻ പോവാട്ടോ. ഒരു കാരണവശാലും പിന്നെ സ്ക്വയർ എടുത്തരുത്. 2ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ് വേണ്ടത്? ഈ പവറിൽ വന്നിരിക്കുന്ന സംഖ്യകളെല്ലാം എന്ത് ചെയ്യുക? ഗുണിച്ചെഴുതുക. തെറ്റരുത്. ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ്. പലരും എന്ത് ചെയ്യും? ഈ കിട്ടുന്ന വാല്യൂസിനെ ഒന്നുകിൽ കൂട്ടിയെഴുതും, അല്ലെങ്കിൽ ഇവരുടെ പവർ എടുത്തെഴുതും കേട്ടോ. ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഗുണിക്കുകയാണ്. പവറിൽ വന്നിരിക്കുന്ന സംഖ്യകളെ ഗുണിക്കുകയാണ് വേണ്ടത്. നമ്മുടെ റൂൾ അങ്ങനെയല്ലേ? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്നാൽ എന്ത് വിളിക്കും നമ്മൾ? എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് വിളിക്കാറില്ലേ? ഓക്കെ, അതുപോലെ 2 സ്ക്വയർ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ അങ്ങനെ പോവാണെങ്കിൽ ഇവരെല്ലാവരെയും കൂടെ ഗുണിച്ചെഴുതിയാൽ പോരടാ. 2ന്റെ പവറിൽ ആര് വരുന്നുണ്ട്? 2 2 2 2 ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എത്ര 2 ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ? 4 2 4 2 എത്രയാ? 16 ശരിയല്ലേ? അല്ലെങ്കിൽ 2/4 എന്ന് എടുത്തോ, ഒരു കുഴപ്പമില്ല. എത്രയാ? 16 ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2/16 എന്ന് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോ 2/16 എന്ന് എഴുതി കഴിയുമ്പോ ഇവിടെ ഓപ്ഷൻ ബി ഒരു 16 കാണുന്നില്ലേ? ചാടിക്കേറി അത് അടിക്കരുത്, അത് തെറ്റാണ് കേട്ടോ. അതല്ല ആൻസർ. 2/16 എന്ന് വെച്ചാൽ 2നെ 16 തവണ എഴുതി ഗുണിക്കുക എന്നാണ്. അങ്ങനെ ഒരു ആൻസർ ഇതിനകത്തുണ്ടോ? ഇല്ല. ഈ 16 എന്ന് പറഞ്ഞാൽ ശരിക്കും 2/4. 64 എന്ന് പറഞ്ഞാൽ 2/6. 256 എന്ന് വെച്ചാൽ 2/8 മാത്രമാണ്. ശരിയല്ലേ? 2/16 ഓപ്ഷനിലുണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നൺ ഓഫ് ദീസ് അടിക്കണം. തെറ്റരുത്, തെറ്റരുത് കേട്ടോ.
അപ്പൊ ചെയ്തത് എന്താന്ന് കൃത്യമായിട്ട് നോക്കുക. ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ട് ഞെട്ടരുത്. ജസ്റ്റ് ആ ബേസിലുള്ള നമ്പർ അതുപോലെ എഴുതുക. എന്നിട്ട് പവറിൽ വരുന്ന എല്ലാ ആൾക്കാരെയും കൂട്ടിയല്ല ഗുണിച്ചെഴുതുക. 2 ഇൻറ്റു 2 എന്ന തരത്തിൽ എടുക്കുക അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? 2/16 എന്ന് വായിച്ചത്. തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല. അടുത്തൊരു ചോദ്യം അതുപോലെ നോക്ക്. 2 റൂൾസ് ഇവിടെ ഉപയോഗിച്ചാൽ മതിയോ? യെസ്. ഇതിനകത്തൊരു പവർ ഓഫ് പവർ റൂൾ എടുക്കുക. അതുകൂടാതെ ഒരു കോഷ്യന്റ് റൂൾ ഉണ്ട്, അത് ഉപയോഗിക്കുക. അതാ നോക്കടാ. 5 ക്യൂബ് ഹോൾ ക്യൂബ് ഹോൾ ക്യൂബ് നോക്കിയടാ. 5⁻³ ഇൻറ്റു 3 ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അതായത് ഈ ഒരു മൂല്യത്തെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 5⁻27 എന്ന് വായിക്കാൻ പാടില്ലേ? വായിക്കാം. ഇനി താഴെ വന്നിരിക്കുന്ന എന്താ? അതെന്താണ്? ഡിനോമിനേറ്റർ സൈഡ് അല്ലേ? അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5⁻, അത് കിടക്കുന്ന പോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് 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 അത് അതുപോലെ അങ്ങ് കൂട്ടി എഴുതുക. ഇത് കിട്ടും 5�9. കണ്ടോ? അപ്പൊ മുകളിലുള്ളത് 5⁻27, താഴെയുള്ളത് 5⁻9. അപ്പൊ 5⁻27നെ 5⁻9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം? പവറിൽ നിന്ന് പവർ കുറയ്ക്കലല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5⁻27 - 9 ചെയ്താൽ മതി. 27ൽ നിന്ന് 9 കുറയ്ക്കുക, കിട്ടും 18. കഴിഞ്ഞില്ലേ? ഇവിടുത്തെ ആൻസർ 5⁻18. തെറ്റരുത്, പരസ്പരം മാറിപ്പോകരുത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. 5ന്റെ പവറിൽ ആദ്യം 3, പിന്നെ അതിന്റെ പവറിൽ 3, പിന്നെ അതിന്റെ പവറിൽ 3. അപ്പൊ 3 × 3 × 3 നമ്മൾ 27 എന്ന് എഴുതി. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഇവരെ കൂട്ടിയല്ലേ? കൂട്ടി എന്ത് കിട്ടി? ഇവിടെ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 5⁻27 ഡിവൈഡ് ബൈ 5⁻9. 27ൽ നിന്ന് 9നെ മൈനസ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 18. 5⁻18. സിമ്പിൾ കേട്ടോ. കൺഫ്യൂഷൻ കൊണ്ടും പേടി കൊണ്ടും ഈ പരിസരത്തേക്ക് വരാത്തവർ ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം. 2⁻1 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ്. ഇവിടെ ഒരുപാട് രീതിയിൽ ഈ ഒരു ചോദ്യത്തെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യത്തിനകത്ത് വന്നിരിക്കുന്നുണ്ടോ? 2⁻1 ഡിവൈഡഡ് ബൈ 2⁻3 ഡിവൈഡഡ് ബൈ 2⁻3 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആദ്യം നമുക്ക് കോഷ്യൻ റൂൾ അറിയാലോ. എന്താ? a⁻m-നെ a⁻n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ പഠിച്ചതാ. a⁻m-n പഠിച്ചിട്ടില്ലേ? അതുപോലെ ഇവിടെ 2⁻1 അതിൽ നിന്ന് 2⁻3 പിന്നെയും 2⁻3 അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കോഷ്യൻ റൂൾ അനുസരിച്ചാണെങ്കിൽ 2 അവിടെ എഴുതുക. എന്നിട്ട് ഇതിന്റെ പവറിൽ ആരാ വരുന്നത്? ആദ്യം ഒരു 1 വരുന്നുണ്ട്. 1ൽ നിന്ന് ആരെ കുറയ്ക്കുക? പിന്നെ ഒരു 3 അല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്ന, 3 കുറയ്ക്കുക. ശേഷം നോക്കുമ്പോ പിന്നെയും 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 3 കുറയ്ക്കുക. പിന്നെയും കണ്ടോ? 3 കണ്ടോ? ഇത് കുറയ്ക്കുക അല്ലേ? അപ്പൊ ശരിക്കും ഇവിടെ എന്താ കിട്ടുന്നത്? 2⁻1 - 9 എന്നാണ്. 2⁻1 - 9. ഇതിനെ നമുക്ക് 2⁻8 എന്ന് എഴുതിക്കൂടെ? 1ൽ നിന്ന് 9 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് -8 ആണല്ലോ. അപ്പൊ 1ൽ നിന്ന് 3 കുറച്ചു. അപ്പൊ 1 - 9 ഇത് 1⁻8 എന്ന് നമുക്ക് വായിക്കാം. നമുക്കറിയാം എന്ത്? പവറിൽ നെഗറ്റീവ് വന്നാൽ ഇതിന്റെ എന്തെടുത്ത് എഴുതണമെന്ന്? റെസിപ്രോക്കൽ എടുത്ത് എഴുതണം. അപ്പൊ 2⁻8 എന്ന് എഴുതുന്നതിന് പകരം 1/2⁸ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഉണ്ടോ? ഒരു കുഴപ്പമില്ല, എഴുതിപ്പോ. ഇങ്ങനെ ഒരു മാർഗം ഉണ്ട്. ഓക്കെ. ഇത് ഒരു മാർഗം മാത്രം. റെഡിയാണേ? അപ്പൊ ഈ ഒരു മാർഗം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തേ? ആദ്യത്തെ 2⁻1 അതുപോലെ എഴുതി. എന്നിട്ടോ ബാക്കിയുള്ള എല്ലാവരെയും ഡിവൈഡ് ചെയ്യല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്? ബാക്കി എല്ലാവരും ഇതിന്ന് കുറച്ചെടുത്തതാണ്. 3 കുറച്ചു, പിന്നെയും 3 കുറച്ചു, പിന്നെയും 3 കുറച്ചു. എല്ലാവരെയും കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരുന്ന ആൾക്കാരെ എല്ലാം ഒരുമിച്ചെടുത്തു. അപ്പൊ എന്താ ചെയ്തേ? 1 നിന്ന് 9 കുറച്ചെഴുതി. അപ്പൊ എന്ത് കിട്ടിയടാ? -8 എന്ന് കിട്ടി. അപ്പൊ 2⁻8 കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൈനസ് വന്നു കഴിഞ്ഞാൽ അത് എവിടെ എഴുതണമെന്ന് അറിയാം? റെസിപ്രോക്കൽ ആക്കി അല്ലെങ്കിൽ ആ മൂല്യത്തെ താഴെ എഴുതണം എന്നറിയാന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ 2⁻1 മാത്രം മുകളിൽ എഴുതുക. ആദ്യത്തെ വാല്യൂ മാത്രം മുകളിൽ എഴുതുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആൾക്കാരെ എല്ലാം അങ്ങോട്ട് താഴെ എഴുതി കൊടുക്കുക. അതായത് പിന്നെ എല്ലാവരും ഡിവിഷൻ ആണല്ലോ. അപ്പോ ഇവരെന്ത് ചെയ്യുക? 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ?
ഇത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ഈ ഭിന്നസംഖ്യകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4 അല്ലെ? ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, മുകളിൽ 1 അതുപോലെ ഇട്ടിട്ട് 2 3 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതൂലേ, 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഇവരെല്ലാവരും ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാറില്ലേ? അപ്പൊ ഈ ഒരു റൂളാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്, ഈ ഒരു മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ 2⁻1 മാത്രം അവിടെ ഇട്ടു, ബാക്കി എല്ലാവരെയും താഴെ എഴുതി. 2 ക്യൂബ് 2 ക്യൂബ് 2 ക്യൂബ് അങ്ങനെ എഴുതി. അപ്പൊ 2⁻1 ഞാൻ അവിടെ മുകളിൽ എഴുതി, താഴെയോ 2 ക്യൂബ് ക്യൂബ് ക്യൂബ്. അപ്പൊ ഇവരെ കമ്പൈൻ ചെയ്യാമല്ലോ, പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ m+n എന്ന് പറയൂലേ, ഇവിടെ ഒരാളും കൂടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ 2 എന്ത് ചെയ്താൽ മതി, 3 3 3 ഇവരെ കൂട്ടി എഴുതുക. ഓക്കെ, ഇവരെ കൂട്ടി എഴുതുമ്പോൾ മുകളിൽ എന്ത് കിട്ടും, 2⁻9 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, പവറിൽ 9 വന്നു. അപ്പൊ 2⁻1ഉം 2⁻9ഉം ആണല്ലോ. ഇനി ഇവിടെ വേണമെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, മുകളിൽ ഒരു 2 ഇല്ലേ, താഴെ 9 2 ഇല്ലേ, ഉണ്ട്. മുകളിലത്തെ ഒരു 2ഉം താഴത്തെ ഒരു 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളൂ. മുകളിൽ ഒരു 2, താഴെ 9 എണ്ണം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ മുകളിലത്തെ ഒരെണ്ണം ക്യാൻസൽ ചെയ്താൽ 1 എഴുതുക, താഴെ 9 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ക്യാൻസൽ ചെയ്താൽ എത്ര, 8 എണ്ണം എഴുതുക. അപ്പൊ 1/2⁸ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ ആൻസർ. കിട്ടിയോ? അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചോളൂ, രണ്ടും എളുപ്പമാണ് കേട്ടോ. ഇതിനകത്ത് അബദ്ധം കൊണ്ട് ഇത് തെറ്റിക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് മാത്രമാണ് റിക്വസ്റ്റ്, അല്ലെ? നമ്മൾ അബദ്ധം കാണിച്ചുകൊണ്ട് പലപ്പോഴും തെറ്റിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി എണീറ്റ് വരാറുണ്ട്, അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അടുത്തൊരു ചോദ്യം, 5/7² ഡിവൈഡഡ് ബൈ -5/7² എന്നാണ്. ശ്രദ്ധിക്കുക, നല്ലൊരു ചോദ്യമാണ്. എന്താണ് സംഭവം? 5/7. ഓക്കെ, ഇതിനെന്ത് ചെയ്യാണ്, സ്ക്വയർ ചെയ്തിരിക്കുകയാണ്. 5/7² ഡിവൈഡഡ് ബൈ -5/7² എന്നാണ്. ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെ? എന്താ കാരണം എന്നറിയാം, ഇതിനകത്തൊരു മൈനസ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ മൈനസിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പരിഹരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, -1 ഇൻറ്റു -1 എന്താണ്, 1 തന്നെയല്ലേ? ഓക്കെ, അതുപോലെ -3 ഇൻറ്റു -3 എടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക, 3 3 കൂടെ എന്തായാലും 9 കിട്ടും, മൈനസും പ്ലസ് ആവുമല്ലോ, 2 തവണ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും, ശരിയല്ലേ? അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, -3ന്റെ സ്ക്വയർ എന്നത് ആരാണ്, 9 ആണ്. ഒരു നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോൾ പൊതുവേ നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് സംഖ്യ കിട്ടാറുണ്ട്. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന മൂല്യം എപ്പോഴും സെയിം ആവണം എന്നല്ല, പക്ഷെ എന്താണ്, അതിനകത്ത് നെഗറ്റീവ് 2 തവണ വന്നാൽ എന്താവും, പോസിറ്റീവ്. ആ രീതിയിലാണെങ്കിൽ ഈ 5/7² അവിടെ തന്നെ കിടന്നോട്ടെ, ഓക്കെ ആണേ? ഓക്കെ, ഇനി അടുത്തിവിടെ വരുമ്പോൾ -5/7ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ -5/7ന്റെ സ്ക്വയർ എടുത്താലും എന്ത് തന്നെ കിട്ടാനുള്ളൂ, 5/7ന്റെ സ്ക്വയർ എന്തോ അത് തന്നെല്ലേടാ കിട്ടാനുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്. അപ്പൊ 5/7ന്റെ സ്ക്വയർ ഓൾറെഡി നമ്മൾ എഴുതി. ഇനി -5/7ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറണം, പ്ലസ് ആയിട്ട്. അപ്പൊ 5/7² 5/7² കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 എന്നല്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഒരേ സംഖ്യകളെ ഡിവൈഡ് ചെയ്തു കേട്ടോ, അപ്പൊ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. പക്ഷെ അതിനകത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യയാണ്, ഇതിനെ സ്ക്വയർ ചെയ്താൽ അത് എന്താവും, പോസിറ്റീവ് സംഖ്യ ആവും എന്നുള്ളത് മാത്രം മനസ്സിൽ വെക്കുക. അല്ലാതെ ഇത് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 5/7 എക്സ്പാൻഡ് ചെയ്യും, 25/49 പിന്നെ അപ്പുറത്തേക്ക് ചെല്ലും, പിന്നെ 25/49. ഇതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഇട്ടിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് സമയത്ത് ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെറുതെ സമയം കളയരുത്, ജസ്റ്റ് ആ മൈനസ് മാത്രം ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരേ സംഖ്യ ഡിവൈഡ് ചെയ്താൽ റിസൾട്ട് എന്താണ്, 1 ആണ്. കഴിഞ്ഞില്ലേ? അടുത്തൊരു ചോദ്യം, 3² ഇൻറ്റു 3² ഡിവൈഡഡ് ബൈ 27/4. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, 3² ഇതിനെങ്ങനെയാ നമ്മൾ എഴുതുക, 3/4 എന്ന് എഴുതുമല്ലേടാ, എഴുതി. ഓക്കെ, 3/4. അത് കഴിഞ്ഞ് നോക്കുമ്പം 3² എന്ന അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 3/8 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, a⁻m⁴n.
അപ്പൊ 3/4 3/8. ഇനി നോക്കിയടാ, ഇവിടെ ഒരു 27/4 അല്ലേ, ഇത് ഇതുപോലെ കൊണ്ടുപോയി അവിടെ ചാർത്തരുത്. അവിടെ ചാർത്തിയാൽ ഇത് തെറ്റും എന്നുള്ളതല്ല, നമുക്ക് സമയം പിന്നെയും നഷ്ടപ്പെടും. പകരം നിങ്ങൾ 27 എന്ന് പറയുന്ന സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. 27 3ഉമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സംഖ്യയാണ്, ആണല്ലോ. 27 ആരാണ്? 3ന്റെ ക്യൂബാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 27/4 എന്നതിനെ നമുക്ക് 3ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 4 എന്ന് എഴുതിക്കൂടെ? 27/4 എന്ന് എഴുതുന്നതിന് പകരം 3ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാമല്ലോ. ഇതിനെ തന്നെ നമുക്ക് 3/12 എന്ന് എഴുതിയ തെറ്റുണ്ടോ? ഓക്കെ ആണേ. 3ന്റെ ക്യൂബ് ഹോൾ റൈസ് ടു 4, അപ്പൊ 4 3 12, അപ്പൊ 3/12 എന്ന് എഴുതുക. അപ്പൊ ആക്ച്വലി എന്ത് വരണം? 3/12. അപ്പൊ 3/4, 3/8, പിന്നെ വരുന്നത് 3/12. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ലേ? പറ്റും. ഓക്കെ, അങ്ങനെയാ 3/4ഉം 3/8. എല്ലാ സ്ഥലത്തും ബേസ് തുല്യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൂൾസ് എല്ലാം നേരിട്ട് ഉപയോഗിക്കാം. അപ്പൊ 3/4 3/8 കൂടി നമുക്ക് 3/12 എന്ന് വിളിക്കാമല്ലോ. 4ഉം 8ഉം കൂടെ കൂട്ടി ഡിവൈഡഡ് ബൈ 3/12. ഇവിടെ ഒരു റൂൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ഒരേ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ റിസൾട്ട് 1. കണ്ടോ? ഓക്കെ, ഇനി റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? 3/12 എന്ന് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് 3/0 എന്ന് വിളിക്കേണ്ടി വരും, അല്ലേ? 3/0 എന്ന് വെച്ചാൽ ആരാണ്? 1 ആണ്. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. തെറ്റായോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ദ ഹാഫ് ഓഫ് 2/60 ഈസ്. ഹാഫ് ഓഫ് 2/60 എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു 2/60 എന്ന് എഴുതിയാൽ പോരെ? ശ്രദ്ധിക്കണേ, നല്ല ചോദ്യമാണ്. അപ്പൊ ഈ 2/60യുടെ പകുതി എത്ര എന്ന് വെച്ചാൽ 2/30 എന്ന് എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അല്ലെ? 2ന്റെ പകുതി എടുത്തിട്ട് 1 എഴുതുന്നു, 1/60 എന്ന് എഴുതുന്നവരുണ്ട്. പിന്നെ 1/30 എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഹാഫ് ഓഫ് 2/60 എന്ന് വെച്ചാൽ 2/60യെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ്? 2 കൊണ്ട്. ഓക്കെ, ഈ 2 എന്ന് വെച്ചാൽ 2/1 അല്ലേടാ? ഓക്കെ, അപ്പോ 2/60നെ 2/1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ 2/59 എന്ന് എഴുതിയാൽ പോരെ? അപ്പൊ ഹാഫ് എടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നല്ലേ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 2/1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 60ൽ നിന്ന് 1 കുറച്ചു, എത്രാന്ന് എഴുതി? 59. തെറ്റരുത്. ഹാഫ് എടുക്കുക എന്ന് വെച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ്, എന്ന് വെച്ചാൽ ഒരു 2 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 60 2ൽ നിന്ന് ഒരു 2 കുറച്ചാൽ 59 എണ്ണം. ആ രീതിയിൽ വേണം എടുക്കാൻ. ഓർക്കുക, ഇവിടെ എന്താണ്? കോഷ്യന്റ് റൂൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത്? a/m ഡിവൈഡഡ് ബൈ a/n എന്ന് വെച്ചാൽ a/m-n അല്ലേ? ഇതാണ് നമ്മളിവിടെ ഉപയോഗിച്ച റൂള്. അതിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഹാഫ് ഓഫ് എന്ന് പറയുമ്പോൾ 1/2 എന്ന് തന്നെ എഴുതുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ 60ൽ നിന്ന് 1 കുറച്ചാൽ 59 കഴിഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ മറ്റൊരു ചോദ്യം, ഹാഫ് ദ ഹാഫ് ഓഫ് 4/40. ഹാഫ് ദ ഹാഫ് ഓഫ് 4/40. ഹാഫ് ദ ഹാഫ് എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു 1/2 എന്നല്ലേ? ഓക്കെ, ഹാഫ് ദ ഹാഫ് ഓഫ് 4/40 എന്നാണ്. ഹാഫ് ദ ഹാഫ് എന്ന് വെച്ചാൽ എന്താ? 1/2 ഇൻറ്റു 1/2 എന്നല്ലേ? ഇത് നമുക്ക് 1/4 എന്ന് എടുക്കാമല്ലോ, അല്ലെ? അപ്പൊ 1/4 ഇൻറ്റു 4/40 എന്നാണ്, അല്ലെ? ഇതിനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 4/40 ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ? ഓക്കെ, അപ്പൊ ഹാഫ് ദ ഹാഫ് എന്ന് വെച്ചാൽ 2 ഹാഫ് ചേർന്നാൽ 1/4 ആവും. മറക്കരുതേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4/40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 4/1 അല്ലേടാ? 4/40നെ 4/1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/39 കിട്ടൂലേ? തെറ്റരുതേ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? 4/39. അല്ലാതെ ഒരു കാരണവശാലും 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തരുത്. അങ്ങനെ സമയം ഒന്നും വെറുതെ കളയരുത്. എന്താ ചെയ്തെന്ന് നോക്കുക, ഹാഫും ഹാഫും ചേർന്നാൽ 1/4 കിട്ടി. 1/4 ഓഫ് 4/40 എന്നാ വെച്ചാൽ 4/40 ഡിവൈഡഡ് ബൈ 4/1 എന്നാ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 4/40 - 1 39 എന്നെഴുതാം. കുഴപ്പമില്ലല്ലോ. ശരി, അടുത്ത ചോദ്യം,
7 raised to 28 is dash times of 7 raised to 27. 7 raised to 28 എന്നത് 27ന്റെ അല്ലെങ്കിൽ 7 raised to 27ന്റെ എത്ര മടങ്ങാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. 7 raised to 28 എന്നത് 7 raised to 27 എന്ന മൂല്യത്തിന്റെ എത്ര മടങ്ങാണ് ഞാൻ ചോദിക്കട്ടെ. 5 എന്ന് പറയുന്ന സംഖ്യയുടെ എത്ര മടങ്ങാണ് 20 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 5 എന്ന സംഖ്യയുടെ എത്ര മടങ്ങാണ് 20 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 20നെ ജസ്റ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂലേ? ഓക്കെ, അപ്പൊ എന്താ കിട്ടുക നമുക്ക്? 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 5ന്റെ 4 മടങ്ങാണ് 20 എന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഗതി. 7 raised to 28 എന്നത് 7 raised to 27ന്റെ എത്ര മടങ്ങാണ് എന്ന് ചോദിച്ചാൽ 7 raised to 28 എന്ന സംഖ്യയെ 7 raised to 27 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞു. 7 raised to 28 എന്ന സംഖ്യയെ 7 raised to 27 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. 7 raised to 28 മൈനസ് 27 കഴിഞ്ഞില്ലേ? ഇതെന്തേ കിട്ടുള്ളൂ? 7 raised to 1 എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കുക? 7 മടങ്ങ്. സമയം കളയരുത്. നല്ല ചോദ്യമാണ്. ഇവിടെ ഉള്ളത് 7 raised to 28 ആണ്. ഇവിടേക്ക് എത്തിച്ചേരാൻ 7 raised to 27നോട് എന്ത് ഗുണിച്ചു എന്ന് മാത്രം നോക്കിയാൽ മതി. എന്ത് ഗുണിച്ചാൽ മതി? ഒരൊറ്റ 7 ഗുണിച്ചു. അത് കണ്ടെത്താനാണ് നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്തത്. അടുത്ത ചോദ്യം, 2 raised to 100 is equal to 2 raised to 100 എന്നതിന് തുല്യമായത് താഴെ ഏതാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് ശ്രദ്ധിക്കാം. 2 raised to 100ന് തുല്യമായ വിലയെ നമ്മൾ ഒന്ന് പരിചയപ്പെടുകയാണേ. നോക്ക്, ഓപ്ഷൻ എ എടുക്കുമ്പോൾ 2 raised to 50 പ്ലസ് 2 raised to 50 എന്നല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 raised to 100 എന്ന് എഴുതി വെക്കരുത്. ഇത് എക്സ് ആയിട്ട് പരിഗണിക്കുക, ഇത് എക്സ് ആയിട്ട് പരിഗണിക്കുക. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 2x എന്നല്ലേ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് 2 into 2 raised to 50 എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ കേട്ടോ. തെറ്റരുത്. 2 raised to 50 2 raised to 50 കൂടെ കൂട്ടിയാൽ 2 raised to 100 കിട്ടില്ല. പകരം 2 into 2 raised to 50 എന്നേ കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ 2 raised to 51 എന്ന് വായിക്കാം. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2 raised to 50 into 2 raised to 9. നോക്കിയേ, 2 raised to 50 പ്ലസ് 50 എന്ന് എഴുതാൻ പറ്റൂലടാ പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച്. ഇത് 2 raised to 100. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തുന്നു. ഓപ്ഷൻ ബി നമ്മുടെ ആൻസറാ. താഴേക്കുള്ള ആൾക്കാരെ കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ഇതാ നോക്കിയേ, ഇവിടെ 2 raised to 50 into 2 raised to 4. ഇതിന് നമുക്ക് 2 raised to 54 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തായാലും ആൻസർ അല്ലല്ലോ. ഇനി താഴെ വരുന്ന 2 raised to 101 മൈനസ് 2. അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഇതിനെങ്ങനെ എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും ലളിതമായ രീതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എ തെറ്റാണ്, സി തെറ്റാണ്, ഡിയും തെറ്റാണ്. നമ്മുടെ ആൻസർ ബി ആണ്. അപ്പൊ 2 raised to 100 എന്നതിന് പകരം നമുക്ക് 2 raised to 50 into 2 raised to 50 എന്ന് എഴുതാൻ പറ്റി. കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോണേ, നല്ലൊരു ചോദ്യം. അടുത്ത ചോദ്യം, 0.008 ഹോൾ റൈസ് ടു മൈനസ് 30 എന്ന് വെച്ചാൽ ആരാണെന്ന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 0.008 ഹോൾ റൈസ് ടു മൈനസ് 30 എന്ന് നെഗറ്റീവ് വരുമ്പോ, പവറിൽ നെഗറ്റീവ് വരുമ്പോ അതിന്റെ റെസിപ്രോക്കൽ എടുക്കണമല്ലോടാ. ആണ്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കണമെങ്കിൽ നമുക്കൊരു ഭിന്നസംഖ്യയോ പൂർണ്ണസംഖ്യയോ വേണമല്ലോ. വേണം. ഇവിടെ ഉള്ളത് ദശാംശം അല്ലേ? ദശാംശത്തിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ ദശാംശ രൂപം അങ്ങ് മാറ്റുക. ആദ്യം നമ്മുടെ കയ്യിലുള്ള ഈ 0.008 എന്ന സംഖ്യയെ ജസ്റ്റ് ഒന്ന് 8/1000 എന്നെഴുതിയാൽ കുഴപ്പമുണ്ടോ? 8നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 0.008 ആണല്ലോ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 8 1000 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 8നെ 1000നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1/125 എന്ന് എഴുതാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ 0.008 എന്നതിനെ 1/125 എന്ന് എഴുതാൻ പറ്റിയോ? പറ്റി. ഈ 1/125നെ ഞാൻ 1/5³ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇത് ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വേണം. 1/5³ സെറ്റാണോ? റെഡിയാണേ. അപ്പൊ 0.008ന് ആദ്യം ഞാൻ 8/1000 എന്ന് എഴുതി. കാരണം എന്താ? 3 ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തേ? ഇവരെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇവരെ സിംപ്ലിഫൈ ചെയ്ത മെത്തേഡ് കിട്ടി 1/125 അല്ലെ? 125 എന്നതിന് 5ന്റെ ക്യൂബ് എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ 0.008 ഹോൾ റൈസ് ടു മൈനസ് 30 എന്നതിന് പകരം ഞാൻ എഴുതുന്നു
1/5³ ഹോൾ റൈസ് ടു -30. ഇവിടെ ഒരു മൈനസ് കിടക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ. മൈനസ് മാറ്റണ്ടേ? മൈനസ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മൈനസ് മാറ്റാനായിട്ട് കയ്യിലുള്ള നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1/5³ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ആരാടാ? 5³ അല്ലേ. 1/5³ റെസിപ്രോക്കൽ 5³. ഇത് ഹോൾ റൈസ് ടു 30 എന്നങ്ങ് എഴുതിയാൽ പോരെ. മൈനസ് മാറിയിട്ട് പ്ലസ് ആയി. അപ്പൊ 5³ ഹോൾ റൈസ് ടു 30. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ് ടു 90 എന്ന് എഴുതാമല്ലോ. 3 × 30. 5 റൈസ് ടു 90, 5 റൈസ് ടു 90 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു കേട്ടോ. അപ്പൊ 0.008നെ 8/1000 എന്ന് എഴുതി അതിനെ ചെറുതാക്കിയപ്പോൾ നമുക്ക് 1/5³ എന്ന് കിട്ടി. ഈ 1/5³ പവറിൽ -30 കൊടുത്തു. ഈ നെഗറ്റീവ് മാറ്റി പ്ലസ് ആക്കാൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാൻ റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ 5³ ഹോൾ റൈസ് ടു 30. അപ്പൊ 30ഉം 3ഉം കൂടെ ഗുണിച്ചു എന്തെന്ന് എഴുതി? 90 എന്ന് എഴുതി. ഒരു കുഴപ്പമില്ലല്ലോ. ഇതാണ് ആൻസർ. അടുത്തൊരു ചോദ്യം കണ്ടോ? ഇതുപോലെ നെഗറ്റീവ് എക്സ്പോണന്റ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് ആകെ വട്ടായി പോകും അല്ലെ. ഒരു ലോഡ് നെഗറ്റീവ് -1 അല്ലെ. നമുക്ക് എത്ര വേണോ? വേണ്ട. ഇവിടെ 1 അതുപോലെ ഉണ്ട്. 1/2 ഹോൾ റൈസ് ടു -1. ഒരു നമ്പറിന്റെ പവറിൽ -1 വന്നാൽ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്പറിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം 1 അതുപോലെ നമ്മൾ എഴുതി. 1/2 ഹോൾ റൈസ് ടു -1 ആണെങ്കിൽ 2 എന്ന് എഴുതിക്കൂടെ? 1/3 ഹോൾ റൈസ് ടു -1 ആണെങ്കിൽ 3 എന്ന് എഴുതിക്കൂടെ? 1/4 ഹോൾ റൈസ് ടു -1 ആണെങ്കിൽ 4 എന്ന് എഴുതിക്കൂടെ? മതി. 1 + 2 + 3 + 4 കഴിഞ്ഞു കേട്ടോ. 1 അതുപോലെ എഴുതി, 2 അതുപോലെ എഴുതി, 3 എഴുതി, 4 എഴുതി. ഓക്കെ ആണേ. അപ്പൊ 4 × 3 7, 7 × 2 9, 9 × 1 10 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിനു വേണ്ടി അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് അത്രയും സമയം കളയാനില്ല കേട്ടോ. അധികം എഴുതി സമയം കളയരുത്. ഇതിനകത്ത് ഈ ഭിന്നസംഖ്യ ആയിട്ട് ഇട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ -1 കാണുമ്പോൾ തന്നെ തിരിച്ചിടുക, ജസ്റ്റ് കൂട്ടുക. കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? അടുത്തൊരു ചോദ്യം. 10 റൈസ് ടു 2n = 25. then 10 റൈസ് ടു -n എന്തെന്ന് ചോദിക്കാം. ഈ 10 റൈസ് ടു 2n കാണുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പലരും കേട്ടോ, മെജോറിറ്റി ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? എന്നിന്റെ മൂല്യം കണ്ടെത്തിയിട്ട് ബാക്കി ചെയ്താൽ പോരെ സാറേ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യാൻ പോകും. ഒരു കാരണവശാലും ഇവിടെ എന്നിന്റെ മൂല്യം കണ്ടെത്താൻ പോകരുത്. അത് വലിയ അബദ്ധമായി പോകും. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. കയ്യിലുള്ളത് 10 റൈസ് ടു 2n എന്നല്ലേ. ഇതാണ് 25. ഇത് ആർക്ക് സംശയമുള്ള കാര്യമല്ലല്ലോ. അല്ല. 10 റൈസ് ടു 2n 25 ആണെങ്കിൽ 10 റൈസ് ടു n ഹോൾ സ്ക്വയർ എന്നതിനെ സ്പ്ലിറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ? നമുക്കറിയാം a റൈസ് ടു m ഹോൾ റൈസ് ടു n എന്ന് വെച്ചാൽ m × n ആണല്ലോ. ആ രീതിയിലാണെങ്കിൽ 10 റൈസ് ടു 2n എന്നതിനെ 10 റൈസ് ടു n സ്ക്വയർ എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. അതായത് n ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 2n കിട്ടും. ഇതാണ് 25. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 10 റൈസ് ടു n എഴുതാമോ? 10 റൈസ് ടു n സ്ക്വയർ 25 ആണെങ്കിൽ 10 റൈസ് ടു n ആര് എന്ന് ചോദിച്ചാൽ 5 എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞു. അപ്പൊ 10 റൈസ് ടു 2n എന്നത് 25 ആണ് അല്ലെ. 10 റൈസ് ടു n സ്ക്വയർ എന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് 10 റൈസ് ടു n റൂട്ട് എടുത്ത് എഴുതിയാൽ പോരെ. അപ്പൊ 10 റൈസ് ടു n എത്രയാ? 5. കഴിഞ്ഞു. ആണോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 10 റൈസ് ടു n ആണോ? അല്ല, 10 റൈസ് ടു -n ആണ്. n 5 ആണെങ്കിൽ -n ഇനിയിപ്പോ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരണോ? 1/5 എന്നങ്ങ് എഴുതിയാൽ പോരെ. കാരണം എന്താ? നെഗറ്റീവ് വന്നാൽ മൈനസ് വന്നാൽ റെസിപ്രോക്കൽ. വ്യുൽക്രമം. അംശം ഛേദമാവുന്നു, ഛേദം അംശമാവുന്നു. അപ്പൊ 10 റൈസ് ടു -n എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ n കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 5ന്റെ റെസിപ്രോക്കൽ 1/5 എടുത്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം. 2 റൈസ് ടു n = 128. അങ്ങനെയാണെങ്കിൽ 2 റൈസ് ടു n -4 എത്ര? 2 റൈസ് ടു n എന്നത് 128 ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? ആ n-ന്റെ മൂല്യം കണ്ടെത്തും. അതായത് 128 എന്ന് പറയുന്നത് 2ന്റെ എത്രാമത്തെ പവർ ആണ്? 2 ഗുണിച്ചു നോക്കുകയോ 128നെ ഘടകങ്ങളാക്കുകയോ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും 2 റൈസ് ടു 7 ആണ് ആര്? 128 എന്ന് കിട്ടും അല്ലെ. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ 2 റൈസ് ടു 7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 റൈസ് ടു n - 4 അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? 2 റൈസ് ടു 7 - 4 എടുക്കും. 2 റൈസ് ടു 7 - 4 എന്ന് വെച്ചാൽ ആരാ? 2ന്റെ ക്യൂബ് അല്ലേ അല്ലെ. 2ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ ആരാ? 8. കണ്ടോ? ഇങ്ങനെ ആൻസർ എഴുതുന്ന ആൾക്കാരുണ്ട്.
നിങ്ങളിൽ പലരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുക കേട്ടോ. ഇതിന്റെ പകുതി സമയം മതി നമുക്ക് അടുത്ത മെത്തേഡ് ചെയ്യാം. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് 2n ആണ്, അത് 128. അതിൽ നിന്ന് n കണ്ടെത്തി അല്ലെ, എന്നിട്ട് n-ൽ നിന്ന് നമ്മൾ കുറച്ചു, എന്നിട്ട് വാല്യൂലേക്ക് പോയി. പകരം നിങ്ങളുടെ ഈ ചോദ്യം കണ്ടോ 2n-4, ഇത് ഇതുപോലെ അങ്ങ് എഴുതിയേ 2n-4 എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്നൊന്ന് നോക്കിയടാ. 2n ഡിവൈഡഡ് ബൈ 2/4 എന്നല്ലേ, അങ്ങനല്ലേ അല്ലേ? അപ്പൊ 2n ഡിവൈഡഡ് ബൈ 2/4 എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ എന്താ ചെയ്തത് 2n-4 എന്ന് എഴുതിയ. 2n നമുക്കറിയാലോ 128 ആണ്. 128നെ 2/4 ആയ 16 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരടാ, കഴിഞ്ഞു. 128നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 8 ഉണ്ടോ. അപ്പൊ നേരത്തെ എഴുതിയതിന്റെ പകുതി സമയമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. 2n-4 എങ്ങനെ എഴുതും? 2n ഡിവൈഡഡ് ബൈ 2/4. 2n എന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 128. ഇതിനെ 2/4 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആൻസർ 8 കിട്ടിയില്ലേ, കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. അതുപോലെ ഒരെണ്ണം കൂടെ തരാം. 5n = 625. 5n = 625. അങ്ങനെയാണെങ്കിൽ 5n-3 എത്രയാണ്? ഒരു കാരണവശാലും n കണ്ടുപിടിക്കാൻ പോകരുത്. 5n-3 എന്ന് വെച്ചാൽ ആക്ച്വലി 5n ഡിവൈഡഡ് ബൈ 5/3 എന്നങ്ങ് എഴുതിയാൽ പോരെ അല്ലെ. 5n-3 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 5n ഡിവൈഡഡ് ബൈ 5/3 എന്ന് എഴുതുന്നു. 5n നമുക്കറിയാം, അത് എത്രയാ? 625 അല്ലേടാ? ആണ്. ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5ന്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5ന്റെ ക്യൂബ് 125 അല്ലേ? അപ്പൊ 625നെ 125 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് 5 ആണെന്ന് അറിയാം. കണ്ടോ, അവിടെ n-ന്റെ മൂല്യം ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. 625നെ ജസ്റ്റ് എന്ത് ചെയ്യുക? ആ 5ന്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 125 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5. തെറ്റരുത്. അപ്പൊ നല്ല ചോദ്യം. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണേ, 5^3n-2 625 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? 5^3n-2 എന്നത് 625 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ അഭ്യാസം ഇറക്കാൻ നിൽക്കരുത്. ഇവിടെ n കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 625ൽ എത്ര 5 ഉണ്ടാ? എത്ര 5 ഗുണിച്ചാലാണ് 625 കിട്ടുക? 4 എണ്ണം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 5^3n-2 എന്നത് ആരാണ്? 5/4 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3n-2 എന്ന് പറയുന്ന 4 അല്ലേ? ആണ്. ഈ -2 നേരെ അപ്പുറത്തേക്ക് പോയാൽ എന്ത് സംഭവിക്കും? +2 ആവൂലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 3n എന്ന് പറയുന്നത് 6 എന്ന് പറയാം അല്ലെ. 4 2 6. അപ്പൊ n എത്രയാണ് എന്ന് ചോദിച്ചാൽ 6/3 എന്ന് എഴുതിയാൽ മതി അല്ലെ. 3n എന്നത് 6 ആണ്. അപ്പൊ n എന്താണ് എന്ന് ചോദിച്ചാൽ 6/3 എത്ര എന്ന് എഴുതുക? 2 എന്ന് എഴുതുക. എത്രയാണത്? 2. തെറ്റരുത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ അതൊന്ന് ഓരോന്ന് എടുത്ത് അവിടെ കൊടുത്ത് ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ ഓർക്കുക, 625 എന്ന് വെച്ചാൽ 5ന്റെ 4ാമത്തെ പവർ 5/4 ആണ്. അപ്പൊ 3n-2 എന്നത് 4 ആണെങ്കിൽ അവിടെ നിന്ന് n കണ്ടുപിടിച്ചു. n എത്രയത്? 2. ആ ചോദ്യത്തിലേക്ക് 2 കൊടുത്ത് നോക്കിയേ, കറക്റ്റ് ആണോ എന്ന് അറിയാലോ. 2 കൊടുക്കുമ്പോൾ 3 × 2 6. 6ൽ നിന്ന് 2 പോയാൽ 4. 5/4 625 ആണല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. തെറ്റാണേ. അപ്പൊ ഇത്രയും സമയം നമ്മൾ പഠിച്ചതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ഞാൻ തന്നാൽ നിങ്ങൾ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ആ ഒരു ചോദ്യം പറയട്ടെ. ചോദ്യം ഇങ്ങനെയാണേ, 4n എന്നത് 4n എന്നത് എല്ലാവരും എഴുതുന്നുണ്ട്, എന്റെ കൂടെ എഴുതി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 256 ആയാൽ 4n എന്നത് 256 ആയാൽ 4n+2 എത്രയാണ്? ഇത് ആൻസർ എല്ലാവരും കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ മൈനസ് ആണ് ചെയ്തത്, ഇത് പ്ലസ് ആണ്. ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം തരാം. 2n = 1024 ആയാൽ എല്ലാവരും ചെയ്തോണേ. 2n എന്നത് 1024 ആണെങ്കിൽ 2n - 5 എത്ര? കേട്ടോ.
ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെയാണ്. ഇത് നമ്മൾ ഈ മോഡൽ ഇന്ന് ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക, ചെയ്യാതെ ആരും ഇരിക്കരുത്. ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. എല്ലാവരും ആൻസർ കമന്റ് ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് കമന്റ് ചെയ്തിട്ടേ ക്ലാസ് വിട്ട് പോകാവൂ. ഓക്കെ, അപ്പൊ മറ്റൊരു ഏരിയ ആയിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.